ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം നമ്മുടെ വിഴിഞ്ഞത്ത് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിലേക്കുള്ള MSCയുടെ ഓഹരി നിക്ഷേപത്തെക്കുറിച്ചാണ്. ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ദുരൂഹതയുയർത്തുന്ന ഇടപാടാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സർക്കാരിനെയും പ്രതിപക്ഷത്തെയും സംസ്ഥാനത്തെയും എല്ലാം ഇരുട്ടിൽ നിർത്തിയാണ് അങ്ങനെ ഒരു കരാറിൽ അദാനി ഒപ്പിടുന്നത് MSCയുമായി. റിപ്പോർട്ട് ബ്രേക്കിംഗ്. സംസ്ഥാന സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റവുമായി മുന്നോട്ടു പോകൂവെന്ന് അദാനി ഗ്രൂപ്പ്. ഓഹരി വിൽപ്പന നടന്നാലും തുറമുഖത്തിന് നിയന്ത്രണം അദാനി ഗ്രൂപ്പിന് തന്നെയായിരിക്കുമെന്ന് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ CEO അശ്വിനി ഗുപ്ത വ്യക്തമാക്കി. നിലവിലെ പ്രവർത്തനങ്ങളിൽ ഒരു മാറ്റവും വരുത്തില്ല. വിഴിഞ്ഞം തുറമുഖം MSC കമ്പനിയുടെ കുത്തകയാകില്ല. മറ്റ് കമ്പനികളുടെ കപ്പലുകളെ തടയാനുള്ള അവകാശം MSCക്കില്ലെന്ന് കരാറിൽ ഉറപ്പുവരുത്തും. അദാനി ഗ്രൂപ്പിന്റെ വഴിവിട്ട ഇടപാടുകൾ അംഗീകരിക്കേണ്ടതില്ലെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശവും ശക്തമായി എതിർക്കുന്ന പ്രതിപക്ഷ നിലപാടും ഉള്ളപ്പോൾ ഇനി സർക്കാർ തീരുമാനം എന്താകുമെന്നാണ് ആകാംക്ഷ. TV പ്രസാദോട് കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് TV പ്രസാദ്. ഒടുവിൽ ഇത് അനുനയ നീക്കമെന്ന് പറയേണ്ടി വരും അല്ലേ? സെബിയുമായിട്ടുള്ളത് ഒരു പ്രാഥമിക കരാർ മാത്രമാണെന്ന് പറയുക, എന്നിട്ട് നമ്മുടെ കൺസെഷണർ എഗ്രിമെന്റിൽ ഉണ്ടായിരുന്നതുപോലെ ആ ക്ലോസ് അനുസരിച്ച് അന്തിമ തീരുമാനത്തിന് മുമ്പ് സർക്കാരിന്റെ മുൻകൂർ അനുമതി തേടുക എന്ന നിലയിലാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഒരു അദാനിയുടെ അനുനയ നീക്കമെന്ന് പറയാം, പക്ഷെ എല്ലാ കണ്ണുകളും സർക്കാരിലാണ്. എന്ത് നടപടിയെടുക്കുമെന്നുള്ളത്, നടപടിയെടുക്കാൻ പരിമിതിയുണ്ടെങ്കിലും അല്ലേ TV പ്രസാദ്? ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. ഉറപ്പായും ഇത് സർക്കാരിനെ പറ്റിക്കുന്നത് പോലെയുള്ള നീക്കമായിട്ടാണ് ഇത് കാണുന്ന എല്ലാവർക്കും തോന്നുക എന്ന കാര്യം ഉറപ്പാണ് അരുൺ. കാരണം നമുക്കറിയാവുന്നതുപോലെ വിഴിഞ്ഞം കേരളത്തിന്റെ ഒരു അഭിമാന പദ്ധതിയാണ്. പക്ഷെ അത് കേരളത്തിന്റെ പദ്ധതി അല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും ബഹിരാഷ്ട്ര കുത്തകളൊക്കെ വന്ന് അത് കൈയടക്കാൻ പോകുന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതൊന്നും സർക്കാർ അറിയുന്നുമില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും രീതിയിലുള്ള അറിവ് സർക്കാരിനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് സംശയമുള്ളത്. അങ്ങനെ ഒരു സംശയം നിലവിൽ പ്രതിപക്ഷം ഉയർത്തുന്നുമുണ്ട്. പക്ഷേ അദാനി പോർട്സിന്റെ ഭാഗമായി വന്ന പ്രതികരണം അത് ആശാവഹമായ പ്രതികരണമാണ്. പക്ഷേ അങ്ങനെ ഒരു പ്രതികരണത്തിൽ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതായത് സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ ഒരു ഓഹരിയും തങ്ങൾ കൈമാറില്ല എന്നാണ് അശ്വിനി ഗുപ്ത അദാനി പോർട്സിന്റെ CEO വ്യക്തമാക്കുന്നത്. അത് മാത്രവുമല്ല, പ്രതിപക്ഷം ഉയർത്തിയ, മുഖ്യമന്ത്രി അടക്കം ഉയർത്തിയ ചില ആശങ്കകളുണ്ട്. ആ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. MSC കമ്പനിക്ക് ഇനി ഓഹരി ഈ രീതിയിൽ കൈമാറ്റം ചെയ്താലും ആളുകൾ ഉദ്ദേശിക്കുന്നത് പോലെ ആ വിഴിഞ്ഞത്തിന്റെ ഒരു നിയന്ത്രണാധികാരം അത് MSC കപ്പലിന്റെ ഭാഗമായി വരില്ല. മറ്റ് കപ്പലുകളെ തടയില്ല. അതുപോലെ തന്നെ സുരക്ഷയ്ക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവർക്ക് മാത്രമായി ബർത്ത് അനുവദിച്ചു കൊടുക്കില്ല. ആ രീതിയിലൊക്കെയുള്ള പ്രതികരണമാണ് പോർട്ട് സിഒയുടെ ഭാഗമായി, അദാനി പോർട്ട് സിഒയുടെ ഭാഗമായി ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഇതിൽ സർക്കാർ എന്ത് നിലപാടെടുക്കും എന്നതാണ് അവരോട് പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. നിയമപരമായി മുന്നോട്ട് പോകുമോ, അതല്ല ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുമോ? എന്തായാലും സർക്കാർ ഒരു കുടുക്കിലാണ്. അദാനി ഓഹരികൾ വിൽക്കാൻ എന്തായാലും, കൈമാറാൻ എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട്. തീരുമാനിച്ചതിന് പിന്നാലെ സർക്കാരിനെ അറിയിക്കുക എന്ന് പറയുന്ന രീതിയാണ് എന്നാണ് അദാനി പോർട്ട് സിഇഒയുടെ ഭാഗത്തു നിന്ന് ഉള്ള പ്രതികരണം കൂടി കാണുമ്പോൾ മനസ്സിലാകുന്നത്. അരുൺ, ഓക്കെ, താങ്ക് യു. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അനുനയ നീക്കത്തിന് അദാനി എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് വളരെ കൗതുകമല്ലേ. ഇപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഉള്ളൊരു കുടുംബത്തിൽ അച്ഛനടുത്ത് ചില കാര്യങ്ങൾ പറയണം. പക്ഷേ അമ്മയും മക്കളും കൂടി ഇതങ്ങ് തീരുമാനമാക്കി കഴിഞ്ഞതിന് ശേഷം പതുക്കെ പോയി ഇത് അച്ഛനടുത്ത് അവതരിപ്പിക്കും. ഓൾറെഡി തീരുമാനം എടുത്തിട്ടുണ്ടാവും. ആ തീരുമാനം എടുക്കുമ്പോൾ അച്ഛൻ പ്രതികരിക്കും. അപ്പോൾ അച്ഛൻ പറയും, ഞാൻ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഞാൻ ചിലപ്പോൾ കാര്യമായിട്ടൊക്കെ ഒന്ന് പ്രതികരിച്ചു എന്ന് വരും. പക്ഷെ എല്ലാം ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലല്ലേ എന്നുള്ളതാണ് നമുക്കുള്ളൊരു സംശയം. ഇല്ലെങ്കിൽ 13,000 കോടി രൂപയുടെയൊക്കെ ഒരു ഓഹരി ഒപ്പിടുമ്പോൾ അതോറിറ്റിയായ സ്റ്റേറ്റ് അറിയാതിരിക്കുമോ, സ്റ്റേറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് അറിയാതിരിക്കുമോ? ആദ്യം നിങ്ങൾ ഒപ്പിട്, കാര്യങ്ങളൊക്കെ നടക്കട്ടെ, അതിനുശേഷം നമുക്ക് വഴിയെ അനുമതിയൊക്കെ കൊടുത്താൽ മതിയല്ലോ. മാത്രമല്ല, ഈ കൺസെഷൻ എഗ്രിമെൻറ്റിൻ്റെ വയലേഷൻ കൊണ്ട് ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ കരാറിൽ നിന്ന് അദാനി ഒഴിവാക്കാനൊന്നും പറ്റത്തില്ലല്ലോ. കൂടുതൽ പോയാൽ ഒരു വിയോജിപ്പ് വേണമെങ്കിൽ രേഖപ്പെടുത്താം. അതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? കൺസെഷൻ എഗ്രിമെന്റ് റദ്ദാക്കിയാൽ ആർക്കാ നഷ്ടം? സംസ്ഥാന സർക്കാരിനാണ് നഷ്ടം. 8,000 കോടി അവിടെ ഇതിനകം നിക്ഷേപിച്ചു. 2,500 കോടി രൂപയാണ് ആകെ അദാനി നിക്ഷേപിച്ചിരിക്കുന്നത്. അതാകട്ടെ വിഴിഞ്ഞം പോർട്ട് തന്നെ ഗ്യാരണ്ടി വെച്ചുകൊണ്ടുള്ള ഒരു ലോണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ അദാനിയാണ് ബിസിനസ് മാൻ.
കച്ചവടം ചെയ്തെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. വിഴിഞ്ഞം പോർട്ട് വെച്ച് ലോൺ എടുക്കുക, ആ ലോൺ വെച്ച് ആദ്യത്തെ 2,500 രൂപ ആദ്യഘട്ടത്തിൽ 2,500 കോടി അടയ്ക്കുക. അതിനുശേഷം അതിൻ്റെ ഓഹരി 27,000 കോടി ഉണ്ടെന്ന് CA-കാരനെ കൊണ്ട് കൃത്യമായിട്ട് കണക്ക് കാണിക്കുക. എന്നിട്ട് അതിൻ്റെ 13,000 MSC കമ്പനിക്ക് കൊടുക്കുക. MSC കമ്പനി ബാക്കി പൈസ 13,000 ഇടുക. അടുത്തിടുന്ന 16,000 കൂടി MSC തന്ന പൈസ എടുത്തിടുക. ചുരുക്കത്തിൽ അദാനിയുടെ കയ്യിൽ നിന്ന് 5 പൈസ ചിലവായില്ല എന്നുള്ളതാണ്. കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ അദാനിയെ പോലെ കച്ചവടം ചെയ്യണം എന്നുള്ളതാണ്. അതിൻ്റെ മോറൽ ഡയമെൻഷനല്ല, കച്ചവടത്തിൻ്റെ മാത്രം പെർസ്പെക്റ്റീവിൽ പറഞ്ഞാൽ 5 പൈസ കൈ നനയാതെ അദാനി ഇതിൽ കളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ കൃത്യമായി ഒരു ബിസിനസ്മാൻ ആണ് എന്ന കാര്യത്തിൽ അദ്ദേഹം ഒരിക്കൽ കൂടി പ്രൂവ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക? അദാനി എന്തു പറയുന്നോ അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം എഗ്രിമെന്റ് നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞു. 2028 പൂർണ്ണ സജ്ജമായി മാറും നമ്മുടെ വിഴിഞ്ഞം പോർട്ട്.